ഹലോ, നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൽപ്പത്തി ഉത്സവം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. ഉത്സവമല്ല, രഥോത്സവം എന്നാണ് പറയാം. നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ രാത്രി 10 മണി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ വീട്ടിലേക്ക് ഞാതീൻ്റെ ഉപ്പയും ഉമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരെയും കൂട്ടിയിട്ട് അവർക്ക് നാളെ തന്നെ തിരിച്ചു പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ രാത്രി തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ആ ഒരു ടൈമിൽ വലിയ പരിപാടിയൊന്നുമില്ല, പക്ഷേ ഉത്സവവും മറ്റുമൊക്കെ വരുമ്പോൾ എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ കുറേ കടകൾ, കച്ചവടങ്ങളൊക്കെ കാണാനുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ പേഴ്സണലി ഭയങ്കര, ഞാനും ഉമ്മക്ക് ഒരേ വൈബുള്ള ആൾക്കാരാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങനത്തെ തെരുവുകൾ, കച്ചവടങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മളിത് രാത്രി വന്നപ്പോൾ തന്നെ അവിടെ ഇഷ്ടംപോലെ കടകളുണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ കടകളും അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. കൂടുതലും ആ ഒരു ടൈമിൽ ഫാമിലീസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ടോയ്സിൻ്റെ ഷോപ്പൊക്കെ കാണുമ്പോൾ കയറിയിട്ട്, ഇപ്പോൾ ഒരു കുട്ടിയുള്ളത് കാരണം അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കാനൊക്കെ ഇഷ്ടമാണല്ലോ. അവനിക്കൊരു ഫോണും ഇതൊക്കെ മേടിച്ചെടുത്തു. പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയ കൃഷ്ണന്മാരുടെയൊക്കെ വിഗ്രഹങ്ങൾ, പിന്നെ ഇപ്പോഴത്തെ പോലെ ഫാൻസി കുപ്പിവളകൾ. ഈ ചേട്ടന്മാരൊക്കെ അവരെ കച്ചവടം കഴിഞ്ഞിട്ട് അങ്ങനെ പോവുകയായിരുന്നു കേട്ടോ, മറ്റേ ഈ ചെണ്ടയൊക്കെ കൂട്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഫ്ലവേഴ്സിൻ്റെ ഒരു ഷോപ്പിൽ കയറിയപ്പോൾ കുറേ കുട്ടി ഫ്ലവേഴ്സ്, നമ്മളുടെ ഈ ഷോയ്ക്കൊക്കെ വെക്കാൻ പറ്റിയ ഐറ്റംസ്. ഇപ്പം അങ്ങനെ പ്ലാസ്റ്റിക് ആരും യൂസ് ചെയ്യാറില്ല, എന്നാൽ പോലും നമ്മൾ ഈ ഷോയ്ക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഐറ്റംസാണ് കേട്ടോ. പിന്നെ ഇതുപോലത്തുള്ള കപ്പുകളൊക്കെ, ഇതൊക്കെ എവിടെ ഉത്സവവും കാര്യങ്ങൾ വന്നാലും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. എങ്കിലും എല്ലാത്തിനിടയിൽ നിന്നും വെറൈറ്റീസ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ തപ്പിയെടുത്തൊക്കെ ഇട്ടു കേട്ടോ. ആ ഒരു ടൈമിൽ അവരുടെ സ്റ്റോക്കൊക്കെ കഴിയാനായിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് രാവിലെയാണല്ലോ തുടങ്ങിയത്. അപ്പോൾ കുറേ കച്ചവടവർക്ക് നടന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഈ ഇരിക്കുന്നതിനൊക്കെ കുറേ ഡാമേജ് വന്നിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരുന്നു. എങ്കിലും നല്ലത് നോക്കി ഞാൻ രണ്ടുമൂന്ന് കപ്പൊക്കെ വീട്ടിലേക്ക് എടുത്തിരുന്നു കേട്ടോ. പിന്നെ അത്യാവശ്യം വേറെ കുറച്ച് കുട്ടി സാധനങ്ങളൊക്കെ മേടിച്ചു. ആ ഒരു ടൈമിൽ ഇങ്ങനത്തെ ഒരു ഇത് വരുന്നുണ്ട്. ഇതിൻ്റെ കറക്റ്റ് പേരെന്താ എനിക്കറിയില്ല, രഥം അങ്ങനെ എന്തോ ആണെന്നാണ് തോന്നുന്നത്, എനിക്കറിയില്ല കറക്റ്റായിട്ട്. അപ്പോൾ ഇതൊക്കെ അവരുടെ ഒരു ഭക്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇതൊക്കെയാണെന്ന് തോന്നുന്നു. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവരുടെ ആ ഒരു ഇത് അറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ ചേട്ടന്മാരെല്ലാം അത് പൊന്തിച്ചുകൊണ്ടായിരുന്നു കേട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഓടിയായിരുന്നു വരുന്നത്. പിന്നെ കുറച്ച് സ്ഥലത്ത് എത്തുമ്പോൾ അത് അവിടെ താഴ്ത്തി വെച്ചിട്ട് അവർ റെസ്റ്റ് ചെയ്യും, എന്നിട്ട് വീണ്ടും അത് കൊണ്ടുപോകും. അതേപോലെ തന്നെ കൽപ്പാത്തി ഗ്രാമം കാണുമ്പോൾ തന്നെ അറിയാം, എല്ലാ വീടിനും മുന്നിൽ അവർ കോലം വഴിക്കും. പണ്ടത്തെ വീടുകളാണെങ്കിൽ അടുത്തടുത്തുള്ള വീടുമൊക്കെയാണ്. ഇവരുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ ഈ കച്ചവടമൊക്കെ. അതുകൊണ്ട് നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഭാഗമൊന്നും കാണാൻ പറ്റില്ല, കാരണം കടകൾ വെച്ചേക്കാണല്ലോ. പക്ഷേ കടകളില്ലാത്ത സമയത്തല്ലേ ഇവിടെ പോയി കഴിഞ്ഞാൽ നല്ല രസമാണ്. അടുത്തടുത്താണ് വീടുകൾ, മതിലും കാര്യങ്ങളും ഒന്നുമില്ല. അങ്ങനെ ഇത് നമ്മൾ വയ്ക്കുമ്പോൾ കുട്ടികളൊക്കെ കൊണ്ടിങ്ങനെ കച്ചവടം ചെയ്യിപ്പിക്കുമല്ലോ. ആ കുട്ടിയാണെങ്കിൽ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് പിറക്കിയത് മാറുന്നില്ല. കാരണം നമ്മൾ ടോയ്സൊക്കെ കുറച്ച് അവനിക്ക് മേടിച്ച് കൊടുത്തു. പിന്നെ ഇങ്ങനത്തെ ബലൂണൊന്നും വെച്ച് അവൻ കളിക്കൂല, ഒക്കെ പെട്ടെന്ന് തന്നെ നശിപ്പിച്ച് കളയല്ലോ. അതുകൊണ്ട് മേടിച്ചില്ല. അങ്ങനെ ഇടാൻ നമ്മൾ ഇതൊക്കെ കണ്ടു. തിരിച്ചിതേ വേറൊരു കടയിൽ വന്നിട്ട് അവിടെ നിന്ന് ഓരോ കട്ടനൊക്കെ കുടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകാൻ വിചാരിച്ചു. നമ്മൾ അവിടെ 10 മണിക്ക് എത്തിയിട്ട് നമ്മൾ അവിടെ എല്ലാം 2 മണിക്കൂറോളം കറങ്ങി കണ്ടിരുന്നു കേട്ടോ. അങ്ങനെ 12 മണിയായി നമ്മൾ ആ ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങിയിട്ട്. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ചെറിയ തട്ടുകട കണ്ടപ്പോൾ അവിടെ കയറിയിട്ട് ഓരോ കട്ടനും അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.